Sorry. Where's the puppet? മാമ്പഴ പുളിശ്ശേരി. ഇത് നമ്മൾ അന്ന് വയനാട്ടിൽ നിന്ന് പെറുക്കിയ മാങ്ങയില്ലേ, ആ മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. Oh my god. It's like a dessert. Like, I'm not kidding. അതെ, ഇതിലൊരു പ്രശ്നമുണ്ട്, അത് എട്ടപ്പം പറയും. അല്ല, അടിപൊളി. ഈ മാങ്ങ വെച്ചിട്ട് സൂപ്പർ മാങ്ങപ്പൊളി. വേണമെന്നില്ല. Sorry. Where's the puppet? വേണമെന്നില്ല. മാമ്പഴ പുളിശ്ശേരി. ഇത് നമ്മൾ അന്ന് വയനാട്ടിൽ നിന്ന് പെറുക്കിയ മാങ്ങയില്ലേ, ആ മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. ഇത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞോ, നമ്മൾ ഒരാഴ്ച കൂടുതലായോ വയനാട്ടിൽ പോയിട്ട് വന്നിട്ട്. അന്ന് പെറുക്കി വന്ന മാങ്ങ കൊണ്ടുവന്നിട്ട് ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ച്, അപ്പോഴും ഒരാഴ്ച കൂടുതലായല്ലോ. മാള് കഴിച്ചിട്ടുണ്ടോ? അന്നത്തെ മാങ്ങ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ഇപ്പൊ ഉണ്ടാക്കുകയാണേ. കഴിച്ചു നോക്ക. ഇതില് കഴിക്കുന്നത് ഞാൻ പറയാം. Oh my god. It's like a dessert. Like, I'm not kidding. അതെ, ഇതിലൊരു പ്രശ്നമുണ്ട്, അത് എട്ടപ്പം പറയും. No, I don't care if people say too much മധുരം. ചില സാധനങ്ങൾ ഇതിന്റെ മധുരത്തിന് തന്നെ പിന്നെ ഉണ്ടല്ലേ ഈ സാധനം ഉണ്ടല്ലോ, ഇതെടുക്കണം മുളക്, എന്നിട്ട് ആ മധുരത്തിൽ ആ മുളക് അങ്ങോട്ട് വെക്കാൻ. ഇത് എന്താ പറയട്ടെ, നല്ല, പക്ഷെ പൊടിക്ക് കൂടുതല് പറ എന്താ മധുരം. മധുരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല guys. ശർക്കര പാനീയം ഒഴിച്ചിരി കൂടി. പക്ഷെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മധുരം. ചില മധുരം നമ്മൾ ചില മധുരം നമുക്ക് അയ്യോ അത് ഭയങ്കര മധുരം അങ്ങനെ. സ്റ്റിക്കി റൈസിന് മേത്തെ കൊഴിക്കണം ഓർത്തത്. നോട്ട് ലൈക്ക് എ റെഗുലർ ഇതെന്ന് പറയാം ഈ മാങ്ങ ഭയങ്കര ഈസി കഴിക്കാം നമുക്ക്. നല്ലല്ലേ മാങ്ങ കഴിക്കാൻ? ഈസി ആയിട്ട് മാങ്ങ കഴിക്കാൻ പറ്റും, കുഞ്ഞു മാങ്ങയായിട്ട്. അല്ല, അടിപൊളി. ഈ മാങ്ങ വെച്ചിട്ട് സൂപ്പർ മാങ്ങപ്പൊളി. ഞാൻ എന്റെ തീർന്നു, പിന്നെ ഇവിടത്തൊക്കെ മീനൊക്കെ മറന്നു പോയി മാങ്ങ. ഞാൻ മാമ്പഴ പുളിശ്ശേരില്ലേ, പിന്നെ ഞാൻ ചോറുണ്ണാൻ പോകാം. ഈ ആരെങ്കിലും ഈ മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ അതിലല്ലേ പോയത്. അതിലെ പോയി ഈ മാങ്ങ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എത്തുന്നതിന് തൊട്ട് മുന്നേ കോളേജ് ഓരണ്ടല്ലോ, കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മാങ്ങ ഉണ്ട്. സോ അവിടെ ഒരു മാവയുണ്ട്, ഒരു മാവുണ്ട്, ആ മാവില് മാങ്ങയാണ്. ഞങ്ങൾ പോയ സമയത്ത് കുട്ടികളൊന്നും ഉണ്ടായിരുന്ന വെക്കേഷൻ ടൈം എന്തായിരുന്നു, അതൊന്ന് വി ഗോട്ട് ലോട്ട്സ് ഓഫ് മാങ്ങ. ഓ വാവ്, സൂപ്പർ മാങ്ങ, അടിപൊളി. ആ മധുരം വലിയ ഫ്ലഷുകൾ വാങ്ങിട്ട് നേരത്തെ അത്ര ഫ്ലഷ് ഇത് ആക്ച്വലി ചന്ദ്രകാരൻ എന്താണ് പറയുക സാധാരണ. ആ മാങ്ങ അല്ല,
അല്ല 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 ഇത് നാട്ടുമാങ്ങ കാട്ടുമാങ്ങ എനിക്കറിയില്ല നാട്ടുമാങ്ങ. എനിക്ക് തോന്നുന്നു വയനാട്ടില് കുറെ സ്ഥലങ്ങളിൽ ഈ നാട്ടിലെ മാങ്ങ കാട്ടുമാങ്ങ. ആ എക്സാക്ട്ലി. ഇത് നമ്മള് ചുരം കേറുമ്പോ തന്നെ ഉള്ള സ്ഥലത്താ കണ്ടത്. പക്ഷേ അവിടെ കിട്ടിയത് അത് കുറേ കഴിഞ്ഞ് സ്ഥലങ്ങളിലുണ്ട്. അതെ അതങ്ങ് കഴിഞ്ഞ് പിന്നെ വണ്ടി എടുത്തോണ്ട് പോയപ്പോ ഫുൾ നോക്കുന്നേ അടുത്തതാ. ഞാൻ പറയട്ടെ എന്റെ ബ്ലോഗല്ലേ എന്റെ ഫോണല്ലേ അതിന് ഞാൻ തിന്നേരം ഇടയിൽ അത് ഫുള്ള് ഞാൻ കാണിക്കും. ഇതെങ്ങനെ? എന്റെ യൂട്യൂബിൽ വന്ന് നിങ്ങൾക്ക് കാണാം എന്താ ശരിക്കുള്ളത്. ഇതിങ്ങനെ അല്ലല്ലോ. ഇതിപ്പോ പോർട്രേറ്റിലല്ലോ ഉള്ളത്. കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടെ. അതൊക്കെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കറി മറ്റേ വെണ്ടക്ക കറി. ഇത് എന്റെ വെണ്ടക്ക ഫുള്ള് എന്റെ അമ്മേന്റെ. നീ പ്രസവിച്ചാണോ? ഞാൻ കുളിച്ചിട്ട് മുട്ടയിട്ട് വിരിയിച്ച എന്റെ വെണ്ടയ്ക്ക. ഞാൻ ഓ വാവ് ഫ്രഷ് ഓർഗാനിക്. ഓർഗാനിക്. മതി. കൺഫ്യൂഷൻ. എന്നെ കണ്ടോ ഇനി വരില്ല, ഇവരെ കണ്ടോ. രണ്ടൊക്കെ തരൂ. വെണ്ടയ്ക്ക സൂപ്പർ മാളു കഴിക്കുമ്പോ തന്നെ എനിക്ക് എല്ലാത്തിലും ഞാനുണ്ട്. കട്ടി വരും. മാളുവിന്റെ വെണ്ടയ്ക്ക എക്സ്പ്രഷൻ. മാളു എന്റെ വെണ്ടയ്ക്ക് എക്സ്പ്രഷൻ. ഇത് നമ്മൾ നട്ട് വളർത്തിയ നല്ല ജൈവവളം. എന്ത് വെണ്ടയ്ക്ക കാണിക്കുന്നത്? ആഹാ മാളു അല്ല വെണ്ടക്കറി മാത്രം. 1 2 3. അയ്യോ ഞാൻ മാങ്ങ പുളിശ്ശേരി മിക്സ് ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് ഇട്ടില്ല. വെണ്ടക്ക നോക്കിയാൽ വെണ്ടയ്ക്ക പാലിട്ട് നോക്കിയാൽ മതി. മാളു ഫ്രഷ്. മാളു വാട്ട്? ഓർഗാനിക്. ഓ വാവ്. വാവ് മാളു ഓർഗാനിക് അട്ടിക്ക് അട്ടിക്ക്. ഞാൻ അഭിനയിക്കുന്നതല്ല ഗൈസ്. പക്ഷെ രണ്ടും കൂടെ ഉള്ള മിക്സും സൂപ്പർ. ഓ ഇനി മീനും കൂടെ വെച്ചേക്ക. ആ മൈക്കിന്റെ ഇതാക്കിയിട്ട് എനിക്ക് അങ്ങനെ അയക്കുമ്പോ എനിക്കും കിട്ടും. എന്റെ ഫോൺ ലോസ് ആണ്. നമുക്ക് സംസാരിക്കാം. ഓക്കെ ബൈ. ഞാൻ കഴിക്കാൻ പോകുന്നു. എന്നെ കണ്ടു കാടമുണ്ട് പോലെ. ഞാനത് മാത്രം തിന്നുന്നു. എനിക്കതിന് ഇഷ്ടമായത്. എനിക്ക് ഞാനിപ്പോ അതിലേക്ക് കിടക്കും. എനിക്ക് പേടിയാണ് നിങ്ങൾ തീർക്കുമെന്ന്. ഇതാ 32 വാങ്ങിയിട്ടുണ്ടോ? അതാണ് അല്ല, അപ്പൊ നിങ്ങൾ എന്നെ പത്രം വാങ്ങത്തും. ഉണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്നാപ്പ് ഉണ്ട്. സ്നാപ്പിൽ ബീജാം എടുത്തില്ല. നമുക്ക് എരിവും മധുരം മിക്സ് ചെയ്ത് കേട്ടില്ല. ഇഷ്ടല്ല. എടുത്തില്ല. ചോറിൽ വിൽക്കുന്ന ഇഷ്ടമല്ല. അല്ലാതെ വെറുതെ വരും. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് എരിവും മധുരം കൂടി ഇപ്പം വരുമ്പോൾ രസമുണ്ട്. ഏട്ടാ ഓർഗാനിക് വെണ്ടയ്ക്ക കഴിക്കണം. അമ്മ കഴിച്ചില്ല. അടിപൊളി. ഇതില്ല ക്ലൈമറ്റ് മനസ്സിലല്ലേ. മറ്റേ ഇന്നലെ ഇപ്പൊ മഴക്കാലാണോ അതോ ചൂടുകാലാണോ? ആയോ? ഇന്നലെ അരുണിമോന്റെ വ്ളോഗ്. അരുണിമ ഇവിടെയായിരുന്നു, ഇവിടെ കൊറേഷ്യയില്. അപ്പോൾ ഹൈക്കിങ്ങിനൊക്കെ പോയി. അടിപൊളി ലേക്ക് പോലെയുള്ള ഭയങ്കര രസം. മറ്റേ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണോ? ബുക്കിന്റെ കവറിന്റെ മുകളിലുള്ള ഫോട്ടോ അങ്ങനത്തെ. പക്ഷെ ഫിഷിങ്ങോ അല്ലെങ്കിൽ കുളിക്കാനൊന്നും സമ്മതിക്കില്ല. കാശ് കൊടുത്തിട്ടുള്ള പരിപാടിയാണ് മൊത്തത്തിൽ. പക്ഷെ അത്ര സ്പേസ് ഉണ്ട്. അത്രയും സ്പേസ് ഉണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ എന്നിട്ട് അപ്പം പെട്ടെന്ന് അവളവിടെ പോയി. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മഴ ആവുന്നുണ്ട്. ഇടയ്ക്ക് മഴ ചാറും ഇടയ്ക്ക് വെയിലാവും. ഒക്കെ മനസ്സിലാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വെയിലും മഴ ഒരുമിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മറ്റേ സ്നോ വെച്ചാണ് ഇങ്ങനെ അങ്ങനെ ക്രഷ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇടൂലേ, അങ്ങനെ സ്നോ. ഇങ്ങനെ ഫുൾ സ്നോ ആയിപ്പോയി. അപ്പൊ ആ സമ്മറാണ് അവിടെ. ഇതല്ല ഇതിപ്പോ ഷോക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്. ഇക്കൊല്ലോ ഒക്കെ നല്ലത് കിട്ടിയിട്ടുണ്ടല്ലേ. അവള് ഹിമാചൽ വന്നപ്പോ ഒക്കെ സ്നോഫോൾ കിട്ടി. പോയപ്പോ ഒരു കിട്ടി. പക്ഷെ കിട്ടിയില്ല എല്ലാവരും. ഈ മാമ്പഴപ്പുളിശ്ശേരി വെണ്ടക്കക്കറി മീൻ പൊരിച്ചതും നല്ല രസമുണ്ട്. മീൻ കൂട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുക വേറെ മാറ്റം. മീൻ അത് കൂട്ടി നോക്കാം. അടിപൊളി മീനാണ്. അത് ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചപ്പോ ശർക്കരപ്പാനൊക്കെ ഒഴിച്ചിട്ട് വെച്ചത്. ഇനിയിപ്പോ അങ്ങനെ വെച്ച് മധുരമായി പോയി. അറിയില്ല എന്താണ്. അത് ശർക്കര പാങ്ങിയുടെ മധുരം കയറിയേക്കണല്ലേ. ഇത് മാങ്ങയുടെ കാട്ടി ഇച്ചിരി കൂടുതൽ അങ്ങനെ. ശർക്കര അതിന് തന്നെയാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കോമ്പിനേഷൻ ആണല്ലോ. നല്ലതുണ്ട്. ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൂടെ പെറുക്കി വെച്ചാൽ മതി എന്നൊക്കെ തോന്നി. ഇനി കിട്ടൂല എന്നല്ല. ഇപ്പൊ സീസൺ കഴിയാനായില്ലേ. ആക്ച്വലി ലക്ഷ്മിന്റെ അമ്മ പറഞ്ഞ പോലെയല്ലേ നീ ചെയ്ത് മാങ്ങ. മറ്റേ എന്താ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ
വേവിച്ചിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് കുറുക്കിയിട്ട് അത് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കാൻ. ഫ്രീസറിൽ വെക്കാം. തൃശ്ശൂർക്കാരില്ല. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫ്രീസറിന് താഴെ ഇറക്കി 1 മണിക്കൂർ വെക്കുക താഴത്തെ സൈഡിൽ. എന്നിട്ട് പിന്നെ പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് അരി. അങ്ങനത്തെ അരിനെ അവരങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്നോട് ഇങ്ങനെ ചെയ്യാന്നാ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയതാ ഇങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റാന്നുള്ളത്. യൂട്യൂബൊക്കെ നോക്കിയപ്പോ അങ്ങനെ പറഞ്ഞു. നമ്മള് ഷൂട്ടിന് പോയപ്പോ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു ഞങ്ങക്ക് മാങ്ങ കിട്ടും, ഞങ്ങൾ അപ്പൊ തന്നെ തീരും, ഇങ്ങനെ മാറ്റി വെക്കാനൊന്നുമില്ല. പക്ഷെ കിട്ടി, കൊല്ലം തന്നെ കിട്ടും. ഞാൻ ആരും മാവ് നട്ട് മാങ്ങയൊക്കെ ഉണ്ടായിട്ടേ കേൾക്കുമ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യാം. മോനെ ഞങ്ങള് ഇന്നലെ അമ്പലത്തിൽ പോയി, കൃഷ്ണന്റെ അമ്പലത്തിലൂടെ ഒരു വീട്ടിലെന്റെ അമ്മേ റംബൂട്ടാൻ പച്ചേന് മോള് ചോപ്പ് റംബൂട്ടാൻ, ചോപ്പോ ഇങ്ങനെ വലിയ റംബൂട്ടാൻ ഒരു വീട്ടില്. കുളിക്കോ? കുറെ വീട്ടിലല്ലേ അല്ല, തുറന്നങ്ങ് വെച്ചിരിക്കുക ചോപ്പള്. ഇവർക്ക് വേണ്ട, ഇവര് പറക്കില്ല. എനിക്ക് തിന്നാൻ തരണ്ട, ഞാൻ പറിക്കാൻ വരട്ടെ എനിക്ക് അങ്ങനെ തോന്നിപ്പോ. അത് നിറയും, പക്ഷെ അതൊരു മരമാട്ടോ. അന്ന് നമ്മൾ കണ്ട പോലെ അതിപ്പോ ഈ പത്തനംതിട്ട കോട്ടയം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ടാവും. വലിയ മരമായിരിക്കും, വീടിനേക്കാളും വലിയ മരല്ലേ? അല്ല ഇപ്പൊ ഈ വീടിന്റെ അത്രേ ഉള്ളൂ. അതിന് ഇച്ചിരി ഉണ്ട്, ഒന്നുകൂടെ പുഷ്ടിച്ചിട്ടുണ്ട് ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഒരു വ്ലോഗ് കണ്ടപ്പോ മേഘാലയ നോക്കിയപ്പോ മറ്റേ പച്ചതുപോലെ എന്ത് മാവ്, ഇങ്ങനെ കുഞ്ഞുമാവ് പോലെ, അതിലാണെങ്കിൽ ഫുൾ മാങ്ങ പോലെ ഉണ്ട്. അതെന്താ അറിയോ? പഴുക്കുന്നുള്ളൂ. അത് മറ്റേ ലിച്ചി മറ്റേ ഇതില്ലാത്തത്. അപ്പൊ മേഘാലയ സൈഡിലൊക്കെ എന്ത് തോന്നുന്നു? അത് പക്ഷെ കണ്ട മാവുമരം തോന്നും. മാവുമരം എന്നാ പറയാ? മാവല്ലേ? മാവ് മരം തന്നെ അല്ല, മാവ് മരം എന്നല്ല. ഞാൻ ചക്കയുടെ പ്ലാവും മാവിന്റെ ഇതും കൂടെ പ്ലാവ് ആക്ച്വലി ഒരു പ്ലാവ് നല്ലൊരു മൃഗമുണ്ട് ആക്ച്വലി. ഈ മാങ്ങ ഇത്രയും ദിവസം ഞാൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ കാരണം എന്താ വെച്ചാല് അജുവിന് വേണ്ടിട്ട് അത്ര ദിവസം വെയിറ്റ് ചെയ്ത് അവൻ വന്ന എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ വെച്ചിട്ട്. ഇപ്പൊ ഈ മാങ്ങ കണ്ടോ, ഇങ്ങനത്തെ ഞാൻ കുറച്ചു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തത്. അപ്പൊ അന്ന് എടുത്തപ്പോ ഒരു 13 എണ്ണം എന്തോ ചീത്തയായിപ്പോയി. എന്നിട്ട് ബാക്കി 32 എണ്ണം ആണ്. ആ 32 എണ്ണാണ് എങ്ങനെ ചെയ്ത് വെച്ചപ്പോ അവനെ കാത്തൊന്നും മതിയായി. ഇനി അവൻ കുറച്ചു ദിവസം കൂടി കഴിവ് വരാന്ന്. പക്ഷെ മോൻ അജു വൺ മിസ്സിങ് ഓന് വേണ്ടി എടുത്തേക്കാന്ന് പറഞ്ഞപ്പോഴേക്ക് ഓന് വേണ്ടിട്ട് ആ മൂട് തന്നെ സത്യം. ബെസ്റ്റ് ഫ്രണ്ട് അടിപൊളി മാളുവിന്റെ അണ്ടൊക്കെ നോക്ക്. ഹെയർ സ്റ്റൈൽ ഗെയിം. ഓക്കെ, ഞാൻ സ്പൈക്കല്ലേ. അടിപൊളി. അമ്മ എങ്ങനെയുണ്ട്? അങ്ങ് പുള്ളിയല്ലേ, എൻജോയ് ചെയ്യണം അമ്മക്ക്. എൻജോയ് അമ്മക്ക് ചോറിന്റെ കൂടെ കഴിക്കുന്ന ഇഷ്ടമല്ല, അല്ലാതെ ഒറ്റയ്ക്ക്. സൂപ്പർ അല്ലേ? ഒരു ഇച്ചിരി മധുരം കൂടി പോയി അല്ലേ? അടിപൊളി മധുരം. ഈ അവസരത്തില് സുരഭി ചേച്ചിനോട് നന്ദി പറയണേ. ഏച്ചിയാണ് നമുക്ക് ഫുൾ എല്ലാം വാങ്ങി നിങ്ങൾ കൊണ്ടുപോയിക്കോ പറഞ്ഞ് തന്നത്. ഒരെണ്ണം പോലെ അവിടെ വെച്ചിട്ടില്ല. പിന്നെ അജു വന്നിട്ട് ഓനാണ് അതിന് ഫുൾ പെറുക്കിയെടുത്തത്. ഞാൻ പറഞ്ഞു നമുക്ക് മാമ്പഴ പുളിച്ച ഉണ്ടായി തരാം വരുമ്പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ 2-3 എടുത്തത്. ബാക്കി മൊത്തം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ആരും എടുത്തില്ല, ഫുള്ള് ഇല്ല. നമുക്ക് ഫുള്ള് നമുക്ക് തന്നെ. അയ്യോ പക്ഷെ മോനെ അടിപൊളിയായിരുന്നു കേട്ടോ. പാവ ഓക്കെ. അതിന്റെ ഇടയിൽ കൂടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം. മാമ്പഴ പുളിശ്ശേരി ഞാൻ പെട്ടെന്ന് മാമ്പഴ പുളിശ്ശേരി ആകുമ്പോ ഞാൻ പിന്നെ തമിഴോ മാമ്പഴ പുളിശ്ശേരി. ബൈ.